വണ്ടർസ്കേപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. അപ്പോൾ നമ്മളിന്ന് ലിവർപൂളിലെ ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്, ഫോംബി. ഫോംബിയിൽ ബീച്ചസ് ഉണ്ട്, സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, വൈവിധ്യമാർന്ന വൈൽഡ് ലൈഫ് ഉണ്ട്. ഇതല്ലാണ്ട് ലിവർപൂളും മാഞ്ചസ്റ്ററിലെയും പ്രമുഖരായ ഫുട്ബോൾ താരങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഫോംബി. ടോപ്പ് പോഷസ്റ്റ് ഏരിയ ആണ്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. യെസ്. അപ്പോൾ ഞങ്ങൾ ലിവർപൂളിൽ നിന്ന് കാറിലാണ് വന്നത്. ഏകദേശം 13-14 മൈലുണ്ട്. 3/4 മണിക്കൂർ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇത് നാഷണൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു NGO പോലെയാണ്, ചാരിറ്റിയാണ്. ഇവരാണത് മാനേജ് ചെയ്യണത്. ഈ ഫോംബിയിലെ ഈ പറഞ്ഞ കുറേ സ്ഥലങ്ങളാണ്. ആക്ച്വലി വലിയൊരു ഏരിയ ആണ്. ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, ബീച്ച് ഉണ്ട്, വുഡ്ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് കുറേയൊക്കെ നാഷണൽ ട്രസ്റ്റാണ്. പിന്നെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാം, നിങ്ങളെ കാണിക്കാം. സ്ക്വിറൽ വാക്ക്. അപ്പോൾ നമുക്കെന്താ ആദ്യം സ്ക്വിറൽ വാക്ക് ട്രെയിൽ എക്സ്പ്ലോർ ചെയ്യാം. റെഡ് സ്ക്വിറൽസിനെ കാണാനാണ് പോണത്. കാണുമായിരിക്കും. നല്ലൊരു വുഡ്ലാൻഡ് അല്ലേ? വുഡ്ലാൻഡ് നല്ല ഭംഗിയുണ്ട്. ഐ ഡോണ്ട് നോ, നമ്മൾക്ക് സ്ക്വിറൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഇനി നമുക്ക് എൻജോയ് ചെയ്യാൻ ഇവിടെ അതെ ഈ വാക്ക്. അപ്പോൾ റെഡ് സ്ക്വിറൽസ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ റെഡ് കളറുള്ള സ്ക്വിറലാണ്. അത് വേൾഡ് ഓവർ യൂറോപ്പിലും UK-ലും അതൊരു വളരെ മോശം സ്ഥിതിയാണ് ആ സ്പീഷീസിൻ്റെ. ആക്ച്വലി എനിക്ക് വേണ്ട 10-50 കൊല്ലം മുമ്പേ ഈ റെഡ് സ്ക്വിറൽസ് വളരെ ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ഷൻ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിരുന്നു. ഈ റെഡ് സ്ക്വിറൽസ് UK-ലെ ഒരു നേറ്റീവ് സ്പീഷീസാണ്, അണ്ണാൻ്റെ ഒരു നേറ്റീവ് സ്പീഷീസാണ്. പക്ഷേ 1700-1800 ആ കാലഘട്ടത്തിൽ USA-ന്ന് ഇവിടെ ഗ്രേ സ്ക്വിറൽസിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഗ്രേ സ്ക്വിറൽ വലിയ ഒരു സ്ക്വിറലായിരുന്നു. അത് പിന്നത്തെ ഒരു 100-200 കൊല്ലത്തിൽ ഈ റെഡ് സ്ക്വിറൽസിനെ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് അത് വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താ വെച്ചാൽ ഗ്രേ സ്ക്വിറലാണ് ഒരു മെയിൻ സ്പീഷീസ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ നേറ്റീവ് സ്പീഷീസ് റെഡ് സ്ക്വിറൽസ് വളരെ മോശമാണ്. UK-ൽ സ്കോട്ട്ലൻഡിലാണ് ഇപ്പോൾ മെയിനായിട്ട് റെഡ് സ്ക്വിറൽസിനെ കാണാം. പക്ഷേ ഇംഗ്ലണ്ടിൽ വളരെ ചെറിയ ചെറിയ പോക്കറ്റ്സിൽ ഈ റെഡ് സ്ക്വിറൽസ് കാണുന്നുള്ളൂ. അതിലൊന്നാണ് ഫോംബി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ UK-ൽ ഒരു മേജർ കൺസർവേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഈ റെഡ് സ്ക്വിറലിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിനെ വീണ്ടും അതിൻ്റെ ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ഫോംബി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്ററാണ് വൈൽഡ് ലൈഫ് പോയിന്റ് ഓഫ് വ്യൂന്ന്. അപ്പോൾ ഈ സ്ക്വിറൽ ട്രെയിൽ ഒരു 1/2 മൈൽ ദൂരത്തിലാണ്. നല്ല വാക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മെയിനായിട്ട് പൈൻ ട്രീസാണ് ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. വേറെ കുറേ വുഡ്ലാൻഡിൽ കുറേ ട്രീസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്കറിയില്ല. കുറേ നോക്കി, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വരുമ്പോൾ. ഒരു ത്രില്ലിങ് ഫീലിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഈ പല ഒച്ചകളും, പല ബേർഡ്സിൻ്റെ ഒച്ചകൾ കാണാണ്ട്. കോമൺ ആയിട്ടുള്ള ബേർഡ്സിനെയാണ് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ കണ്ടത്. പിന്നെ നടക്കുമ്പോഴൊക്കെ താഴെയൊക്കെ ഇങ്ങനെ കോൺസ് ഇങ്ങനെ വീണിട്ടുണ്ട്. ഒരു നല്ലൊരു ഫീലാണ്. എന്തൊരു കാം ആൻഡ് ക്വയറ്റ് അല്ലേ. മൈ ഗോഡ്. അവിടെ ഒരു ബറോ. ഈ ഫോറസ്റ്റ് മുഴുവൻ നിറയെ കാടാണല്ലോ. ഈ ഏരിയ നല്ല പച്ചപ്പുണ്ടല്ലേ. ആ നൈസ്.
ആക്ച്വലി ഈ ഒരു പോർഷനിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നാട്ടിലെ ഒരു തൊടിയിൽ നടക്കുന്ന ഒരു ഫീലാണ്. ആകപ്പാടെ ആ പൊന്തക്കാടും പച്ചപ്പൊക്കെ കാണുമ്പോൾ നാടിനെ മിസ് ചെയ്യണു. ഇവിടെ മണലായി, ബീച്ചിലേക്കുള്ള വഴിയായി തോന്നുന്നുണ്ട് ഞങ്ങളെ. സാൻഡ് ഡ്യൂൺസ് അവിടെയാണുണ്ട്. എവിടെ? അവിടെ കാണാണ്ടോ? ഓ, അതെ, അവിടെ മുമ്പിൽ കുറച്ച് പിക്നിക് ഏരിയ പോലെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. ആ ശരിയാ, ലഞ്ചിന് പറ്റിയ സ്ഥലമാണ്. അതന്നെ, ആൾക്കാർ വേറെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫാമിലി ആൻഡ് സ്കൂൾസ് പിക്നിക് ഏരിയ. സോ ലെറ്റ്സ് ഹാവ് അവർ ലഞ്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ സാൻഡ് ഡ്യൂൺസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പോഗ്രഫിയാണ് കേട്ടോ ഇവിടുത്തെ. ഈ ഭാഗത്ത് വുഡ്ലാൻഡ്, ഇവിടെ കുറച്ചൊരു മെഡോയിഷ് കൈൻഡ് ഓഫ് ഓപ്പൺ ഫാം ലാൻഡ്, ബാക്കിൽ സാൻഡ് ഡ്യൂൺസ്. അപ്പോൾ ശരിക്കും ഒരു യുണീക്ക് പെർസ്പെക്റ്റീവാണ് കിട്ടണത്. നല്ല രസമുണ്ട്. അവിടെയൊക്കെ നിറച്ച് ബേർഡ്സ് ഉണ്ട് ഫീൽഡിൽ. ബട്ടർഫ്ലൈസിനെ കണ്ടു കുറേ. അപ്പോൾ അവിടെ ഈ ഓപ്പൺ ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ കുറേ ബ്രൗൺ ഹെയർസിനെ കണ്ടു ഞങ്ങൾ. കുറേ ഗേൾസും പാറി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണോ അറിയില്ല, പെട്ടെന്നെല്ലാം ഉള്ളിലേക്ക് പോയി. അത് കാരണം ഫോട്ടോ എടുക്കാൻ നോക്കിയാലും കിട്ടിയില്ല. ജസ്റ്റ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ വല്ലതും പുറത്തേക്ക് വരുന്നുണ്ടോയെന്ന്. പെട്ടെന്ന് തന്നെ നമുക്ക് പൂവ് പൂത്ത് നിൽക്കുക തോന്നും കേട്ടോ, വെള്ളപ്പൂക്കൾ. പക്ഷെ അത് ആക്ച്വലി ആ ഇലയുടെ അടിഭാഗമാണ്, അണ്ടർ സൈഡ്. നമുക്ക് നോക്കാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് കിട്ടും. അപ്പോൾ നമുക്കത് ക്ലോസപ്പ് ഷോട്ട് കിട്ടുമോ നോക്കാം. ഇതാണ് പറഞ്ഞില്ലേ, ഒരു വൈറ്റിഷ് കളറുണ്ട്. മിക്കവാറും ഈ സൺലൈറ്റ് അടിക്കാത്ത ഭാഗം അങ്ങനെ ആവുകയോ. പക്ഷെ ഇത് നോക്കൂ, ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഈ വൈറ്റ് കളർ പോകുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ അതാ അറിയില്ല കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും ആണോ വേണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വൈറ്റ് ആവുന്നുണ്ട്, ഒരു പാട പോലെ എന്തോ ആണത്. പക്ഷെ ബാക്കിൽ വൈറ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റ് വെൽവെറ്റാണ്, വെൽവെറ്റി സോഫ്റ്റ്നെസ് ആണ്. അടിപൊളി. മണലിൽ ചവിട്ടി നടക്കാൻ പറ്റണില്ല, സിങ്ക് ചെയ്ത് പോണു താഴത്തേക്ക് കാല്. ഇവിടെയൊക്കെ മണലാട്ടോ. അങ്ങനെ നമ്മൾ സാൻഡ് ഡ്യൂണിലേക്ക് കയറാൻ പോവാണ്. നല്ല വിഷമാട്ടോ കയറാൻ, കാലിങ്ങനെ പൂന്തി പോണു. ഷൂസ് ഊരി നടക്കവും ഭേദം തോന്നുന്നുണ്ട്. എന്ത് രസമാണ് മണൽ കാണാൻ. എത്തണില്ല അല്ലേ? ഇല്ല, കാല് കണ്ടോ, പൂന്തി പോണു, ഗ്രിപ്പ് കിട്ടണില്ല. എങ്ങനെയുണ്ട്? ഓ, കയറിയിട്ട് കണ്ടില്ലേ, എത്തണില്ല. താഴത്തേക്ക് പോവുക. നല്ല എഫേർട്ട് വേണം. ആ, കയറി വന്ന വഴി കണ്ടില്ലേ, വ്യൂ നല്ല അടിപൊളിയാട്ടോ. പക്ഷെ കയറി ഹാപ്പേസ് കൂട്ടി നല്ല സ്ട്രെയിനാണ്, ഒരു രക്ഷയില്ല. കയറന്നെ. വാവ്, കടൽ കാണുന്നു. വേഗം പോട്ടെ. ഏ, ബീച്ചിലെത്തി നമ്മള്. വരൂ, നല്ല വ്യൂ അവിടുന്ന്. അപ്പോൾ ഫോംബിയിലെ ഈ സാൻഡ് ഡ്യൂൺസിൽ പല ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സും ഉണ്ട്. ഇവിടെ ഇവർ എക്സ്കവേഷനും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇവർ പറയണത് പല അനിമൽസും ബേർഡ്സിൻ്റെയൊക്കെ റിമെയിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അനിമൽസിൽ അവർ പറയണത് വുൾഫ്, റോഡിയർ, റെഡ് ഡിയർ, വൈൽഡ് ബോർ. ഇപ്പോൾ ഇന്ന് വൈൽഡ് ബോറും വുൾഫൊന്നും UK ഇല്ല തന്നെ, ഒക്കെ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുള്ള സാധനങ്ങളാണ്. 2016 ഒരു എക്സ്കവേഷൻ നടന്നപ്പോൾ 50 ഹ്യൂമൻ റിമെയിൻസ് പോലും ഇവിടുന്ന് അവർ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാൻഡ് ഡ്യൂൺസിൻ്റെ അകത്തുനിന്ന്. ഈ ഹ്യൂമൻ റിമെയിൻസ് അവർ പറയണത് 7000 കൊല്ലം പഴക്കമുള്ള റിമെയിൻസാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മനുഷ്യന്മാർ 7000 കൊല്ലം, ഏകദേശം 5000 BC കാലഘട്ടത്തിലൊക്കെ ഇവിടെ മനുഷ്യന്മാർ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ് കുറേ വൈൽഡ് ലൈഫും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോംബിക്ക് ആക്ച്വലി ഒരു വേറൊരു ഡൈമെൻഷൻ.
അപ്പോൾ കണ്ടോ, ഇതാണ് ഫോംബി ബീച്ച്. നല്ല തിരക്കൊന്നുമില്ലാതെ നല്ല ബ്യൂട്ടിഫുൾ ബീച്ച്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം. നല്ല കാറ്റും വെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇങ്ങനെ ഇരുന്നു. ഇനി കുറച്ച് നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. സാൻഡ് ഡ്യൂൺസൊക്കെ കുറച്ച് ദൂരെ നിന്ന് കാണാം. നല്ല രസമുണ്ട്, ആൾക്കാരുണ്ട് ധാരാളം. എല്ലാവരും അവനവൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്യണു. അടിപൊളി സംഭവം. അപ്പോൾ ഈ ഫോംബി ബീച്ചിൽ ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 1700s തന്നെ ലൈഫ് ഗാർഡ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ആൾക്കാർ ഈ ബീച്ചിൽ വന്നിരുന്നു പ്ലഷറിന്, നീന്താനും കുളിക്കാനും ഒക്കെ. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ലൈഫ് ഗാർഡ്സ് ഉണ്ടായിരുന്നു. ആ ലൈഫ് ഗാർഡ് ഹൗസിൻ്റെ റിമെയിൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ചരിത്രപ്രധാനമായ ഇത്. കാരണം UK തന്നെ ഫസ്റ്റ് ലൈഫ് ഗാർഡ് സ്റ്റേഷനാണത്. ഒരു പക്ഷേ ഈ ലോകത്തെ തന്നെ ഫസ്റ്റ് ലൈഫ് ഗാർഡ് സ്റ്റേഷൻ ഫോംബി ബീച്ചിലായിരുന്നിരിക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഒരു 2-3-4 മണിക്കൂറായിട്ട് ഫോംബി ബീച്ചിലാണ്. അതിലെ ചില കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു. കുറച്ച് നേരം ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്തു, പിന്നെ നടന്നു. ആൾക്കാരെന്തൊക്കെയാണ് ഇവിടെ ചെയ്യണത്, ആൾക്കാർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. കളിക്കണു, ഓടണു, നീന്തണു. പക്ഷികൾ, ഗേൾസ്, എന്നാൽ ആൾക്കാരുണ്ടേനും എന്നാൽ ഭയങ്കര തിരക്കില്ലേനും. അപ്പോൾ നല്ല വെതർ, ചെറിയൊരു കാറ്റ്. അപ്പോൾ എല്ലാം പോയിൻ്റ് ഓഫ് വ്യൂന്നും ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു ആഫ്റ്റർനൂൺ എനിക്ക് കൊണ്ട് സ്പെൻഡ് ചെയ്ത പോലെയാണ്. ആക്ച്വലി ഞങ്ങൾ റെഡ് സ്ക്വയറിലൊക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് രാവിലെ തുടങ്ങിയെച്ചാലും ബീച്ചിലെത്തിയപ്പോൾ അതൊക്കെ മറന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് ഇന്നത്തെ ദിവസം മുഴുവൻ ബീച്ചിൽ കഴിഞ്ഞു. അപ്പം ഇനി ബാക്കി ഫോംബിയിലെ കാഴ്ചകളൊക്കെ വേറൊരു എപ്പിസോഡിൽ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. പിന്നെ ഇനി കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത തവണ വേറൊരു സ്ഥലത്ത് കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ. ബൈ.